ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 2x എന്നും വിചാരിക്കാം. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ ഈ 5x കൂടെ 8 കൂട്ടിയാലാണ് നമുക്ക് 7x കിട്ടുക. ഈക്വൽ ടു 5x എന്നും വിചാരിക്കുന്നു. x². അപ്പോൾ ഇവിടെ h ഈസ് ഈക്വൽ ടു √25x², അതായത് 5x. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കൂടെ 5x ആണെന്ന് കിട്ടി. ഇന്നത്തെ വീഡിയോ റേഷ്യോ അല്ലെങ്കിൽ അനുപാതം, 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് റേഷ്യോ. അനുപാതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ ചതുരത്തിൻ്റെ നീളവും വീതിയും, അങ്ങനെ റേഷ്യോ 8ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ റെഗുലർ പോളിഗൺ the ratio of the inner and outer angles is 7:2. What is each angle? How many sides does the polygon have? In a regular polygon, ഒരു സമ ബഹുഭുജം, അതിൻ്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റേഷ്യോ അനുപാതം 7:2 ആണ്. What is each angle? How many sides does the polygon have? ഇവിടെ നമുക്ക് ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു 7x എന്ന് വിചാരിക്കാം. ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 2x എന്നും വിചാരിക്കാം. അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ പോളിഗണിൻ്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളിൻ്റെയും സം 180 ആയിരിക്കും. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയേഴ്സ് ആയിരിക്കും, രേഖീയ ജോഡികൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 7x പ്ലസ് 2x ഈക്വൽ ടു 180 എന്നെടുക്കാം. ഇവിടെ 7x പ്ലസ് 2x ഈക്വൽ ടു 180, അതായത് 9x ഈക്വൽ ടു 180. Therefore, x is equal to 180 divided by, അപ്പോൾ ഓരോ ആംഗിളും ഇന്നർ ആംഗിൾ 7x ഈക്വൽ ടു 7 into 20 ഈക്വൽ ടു 140 ഡിഗ്രി. അതുപോലെ 2x ഔട്ടർ ആംഗിൾ 2x ഈക്വൽ ടു 2 into 20 ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കിട്ടി. ഇനി വേണ്ടത് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഒരു പോളിഗൺ ബഹുഭുജത്തിൻ്റെ ഔട്ടർ ആംഗിളിലും കൂടി കൂട്ടിയാൽ ഔട്ടർ ആംഗിളിൻ്റെ സം 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ടർ ആംഗിൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിളിൻ്റെ എണ്ണവും സൈഡിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 40. നമ്പർ ഓഫ് ആംഗിൾസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്, അത് തന്നെയാണ് നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 9. 9 സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക, 9 ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. ഇന്നർ ആംഗിൾ 140 ഡിഗ്രിയാണ്, ഔട്ടർ ആംഗിൾ 40 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 7:5 ആൻഡ് there are 8 more girls than boys. How many girls and boys are there in this class? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 7:5 ആണ്. അതുപോലെ തന്നെ there are 8 more girls than boys. ആൺകുട്ടികളെക്കാൾ 8 പെൺകുട്ടികൾ കൂടുതലാണ്. How many girls and boys are there in this class? അപ്പോൾ ക്ലാസ്സിലെ ആകെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു 7:5 ആണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ ഇവിടെ 7x എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു 5x എന്ന് വിചാരിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ ഈ 5x കൂടെ 8 കൂട്ടിയാലാണ് നമുക്ക് 7x കിട്ടുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. 5x പ്ലസ് 8
ഈക്വൽ ടു 7x. അപ്പോൾ ഇവിടെ 8 ഈക്വൽ ടു, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള 5x നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 7x, ഇവിടെ 5x പോസിറ്റീവ് ആണ്, അതുകൊണ്ട് -5x. അപ്പോൾ ഇവിടെ 7x മൈനസ് 5x ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ 7x 5x കുറയ്ക്കുന്നു, 2x ഈക്വൽ ടു 8. therefore x ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടുന്നു. ഇവിടെ എണ്ണം ഗേൾസിൻ്റെ എണ്ണം 7x ആണ് എടുത്തിരിക്കുന്നത്, ഈക്വൽ ടു 7 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 4 ഈക്വൽ ടു 28. അതുപോലെ ബോയ്സ്, നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു 5x ആണ്, 5 ഇൻറ്റു 4 ഈക്വൽ ടു 20. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 28ഉം നമ്പർ ഓഫ് ബോയ്സ് 20ഉം കിട്ടുന്നു. അപ്പോൾ ബോയ്സിനേക്കാളും 8 പേർ കൂടുതലാണ് ഗേൾസ്. നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലൂ ആൻഡ് യെല്ലോ പെയിൻറ്റ്സ് ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:5 ടു മേക്ക് എ ന്യൂ കളർ. 6 liters more of yellow than blue is taken. How many liters of each is mixed? നീല പെയിൻറ്റും മഞ്ഞ പെയിൻറ്റും ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:5, 2:5 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ കളർ ഉണ്ടാക്കാൻ വേണ്ടി 6 liters more of yellow than blue is taken. യെല്ലോ, ബ്ലൂ ആൻഡ് യെല്ലോ. അപ്പം 6 liters more യെല്ലോ ദാൻ ബ്ലൂ ഈസ് ടേക്കൻ. ബ്ലൂവിനേക്കാളും 6 ലിറ്റർ കൂടുതലാണ് യെല്ലോ കളർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഈച്ച് ഈസ് മിക്സ്ഡ്? അപ്പോൾ ഇവിടുത്തെ റേഷ്യോ ബ്ലൂ ഈസ് ടു യെല്ലോ നമുക്ക് 2:5 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ബ്ലൂ കളറിനെ ബ്ലൂ ഈക്വൽ ടു 2x എന്നും യെല്ലോ ഈക്വൽ ടു 5x എന്നും വിചാരിക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലൂവിനേക്കാളും 6 ലിറ്റർ യെല്ലോ കൂടുതലാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആക്കാം? 2x ആണ് ബ്ലൂ, 2x പ്ലസ് അതിലും 6 ലിറ്റർ കൂടുതലാണ്, പ്ലസ് 6 ഈക്വൽ ടു, അപ്പോഴാണ് യെല്ലോ 5x കിട്ടുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് മാറ്റുമ്പോൾ 6 ഈക്വൽ ടു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 5x അവിടെയുണ്ട്, 5xനെ ഇവിടെ നിർത്തുന്നു. 2xനെ അപ്പുറത്തേക്ക് കൊണ്ടത്, വേരിയബിൾ ചരങ്ങളുള്ളതെല്ലാം വേരിയബിളുള്ളതെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ 5x മൈനസ് 2x, 6x ഈക്വൽ ടു 5x മൈനസ് 2x, 5x മൈനസ് 2x ഈക്വൽ ടു 3x ആണ് നമുക്കറിയാം. 5x മൈനസ് 2x നമുക്ക് 3x ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ x ഈക്വൽ ടു 6/3 ഈക്വൽ ടു 2 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിക്കാം. ബ്ലൂ കളർ, ബ്ലൂ ഈക്വൽ ടു നമുക്ക് 2x ആണ്, അതായത് 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 ലിറ്റർ എന്നും, യെല്ലോ 5 ഇൻറ്റു 2 ഈക്വൽ ടു 10 ലിറ്റർ എന്നും കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 4 right triangles in the ratio of perpendicular sides being 3:4 in each. One more fact about each is given below. അപ്പോൾ ക്വസ്റ്റ്യൻ അടുത്ത് തരുന്നുണ്ട്. Find the lengths of the sides of each triangle. അപ്പോൾ there are 4 right triangles, 4 മട്ടത്രികോണങ്ങളുണ്ട്. അവയുടെ പ്രത്യേകത ദ റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്, അതിൻ്റെ മട്ടത്രികോണത്തിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്, പാദവും ലംബവും, അത് തമ്മിലുള്ള റേഷ്യോ, അവയുടെ അനുപാതം 3:4 ആണ് ഓരോന്നിലും. വൺ മോർ ഫാക്ട് അബൌട്ട് ഈച്ച് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ അടുത്ത ഓരോ ചോദ്യങ്ങളിലായിട്ട് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ തരുന്നുണ്ട്. ആ പ്രത്യേകത അനുസരിച്ച് ഓരോ ട്രയാങ്കിളിൻ്റെയും ഫൈൻഡ് ദ ലെൻസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ, ഓരോ ട്രയാങ്കിളിൻ്റെയും വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യനുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം
ഓരോ സൈഡും എക്സ് ഉൾപ്പെടെ എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിച്ച് വെക്കാം. അതിനുശേഷം ആ പ്രത്യേകത അനുസരിച്ച് നമുക്കതിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ലംബവശങ്ങൾ പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് തന്നിട്ടുള്ളത് 3:4 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് ആ സൈഡ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ 3x ആൻഡ് 4x എന്നെടുക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് 3x ഉം 4x ഉം ആണെങ്കിൽ അതിന് ഹൈപ്പോട്ടന്യൂസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഹൈപ്പോട്ടന്യൂസിനെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ h ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെന്തിൻ്റെ സ്ക്വയർ കൂട്ടി അതിൻ്റെ റൂട്ടാണ് ഹൈപ്പോട്ടന്യൂസ്. പൈതഗോറസ് തിയറം ഈക്വൽ ടു റൂട്ട് ഓഫ് 3x സ്ക്വയർ, 3xൻ്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇടണം, അല്ലെങ്കിൽ എക്സിൻ്റെ മാത്രമേ സ്ക്വയർ കാണൂ, പ്ലസ് 4x ഹോൾ സ്ക്വയർ. അപ്പോൾ h ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3xൻ്റെ സ്ക്വയർ 9x സ്ക്വയർ പ്ലസ് 4xൻ്റെ 16x സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 16 25x സ്ക്വയർ. അപ്പോൾ ഇവിടെ h ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25x സ്ക്വയർ, അതായത് 5x. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 5x ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളുടെ സൈഡ്സ് 3x, 4x, 5x ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിലെ സബ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ദ ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റർ ആണ്. ഡിഫറൻസ് ഇൻ ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റർ ആണ്. ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ 4x ഉം 3x ഉം തമ്മിലുള്ള ഡിഫറൻസ് 24 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സൈഡുകൾ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ 4x ഉം 3x ഉം തമ്മിലുള്ള റേഷ്യോയിലെ ഡിഫറൻസ്. അപ്പോൾ 4x മൈനസ് 3x ഈക്വൽ ടു 24 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് x ഈക്വൽ ടു 24 മീറ്റർ എന്ന് കിട്ടി. 4x നിന്നും 3x കുറച്ചു. ഇനി നമുക്ക് വേണ്ടത് 3 സൈഡുകൾ, ഓരോ സൈഡും. അതായത് ആദ്യത്തെ സൈഡ് 3x ഈക്വൽ ടു 3 ഇൻറ്റു 24 ഈക്വൽ ടു 72 മീറ്റർ. അടുത്തത് 4x ഈക്വൽ ടു 4 ഇൻറ്റു 24 ഈക്വൽ ടു 96 മീറ്റർ. അടുത്തത് മൂന്നാമത്തെ സൈഡ് ഹൈപ്പോട്ടന്യൂസ് 5x ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5x ഈക്വൽ ടു 5 ഇൻറ്റു 24 ഈക്വൽ ടു 120 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് 24 ആണെങ്കിൽ 3 സൈഡും കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈഡുകൾ തമ്മിലുള്ള ബന്ധം, പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിരുന്നത്. അത് നമ്മൾ x ഉൾപ്പെടെ ആക്കി മാറ്റി അതിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സൈഡ്സ് 3x, 4x, 5x ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ പ്രത്യേകത പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ഡിഫറൻസ് 24 ആണ്. അതിൽ നമ്മൾ x കണ്ടുപിടിച്ചു, പിന്നീട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3 വശങ്ങളും കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 24 മീറ്റർ. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച 5x ആണ്. ഹൈപ്പോട്ടന്യൂസ് 24 മീറ്റർ ആണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. h ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു, അതായത് നമുക്ക് കിട്ടിയത് 5x ഈക്വൽ ടു 24 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 4.8 മീറ്റർ ആണ്. ഇനി നമുക്ക് മറ്റ് സൈഡുകൾ കണ്ടുപിടിക്കാം. 3x ഉം 4x ഉം കണ്ടുപിടിക്കാം. അപ്പോൾ 3x ഈക്വൽ ടു 3 ഇൻറ്റു 4.8 ഈക്വൽ ടു 14.5
4 മീറ്റർ. അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് 4x ആണ്. അപ്പോൾ 4x ഈക്വൽ ടു 4 ഇൻറ്റു 4.8 ഈക്വൽ ടു 19.2 മീറ്റർ. അപ്പോൾ നമ്മുടെ 3 സൈഡുകൾ 3x ഈക്വൽ ടു 14.4 മീറ്റർ. അതുപോലെ 4x ഈക്വൽ ടു 19.2 മീറ്റർ. 5x ഈക്വൽ ടു, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 24 മീറ്റർ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലും 3 സൈഡുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞു. വീണ്ടും ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഈസ് 24 മീറ്റർ. ഇതിൻ്റെ ചുറ്റളവ് 3 വശങ്ങളും കൂടെ കൂട്ടിയാൽ ചുറ്റളവ് 24 മീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ കാണാൻ 3 സൈഡും കൂടെ കൂട്ടുക. അതായത് 3x പ്ലസ് 4x പ്ലസ് 5x ഈക്വൽ ടു 24 മീറ്റർ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ 3ഉം 4ഉം 7ഉം 5ഉം 12. 12x ഈക്വൽ ടു 24. therefore x ഈക്വൽ ടു, ഇവിടെ 12 ഇൻറ്റു എക്സ് ആണ്, മൾട്ടിപ്ലൈ ആണ് 12 കിടക്കുന്നത്. അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഈ പ്രത്യേകത അനുസരിച്ചിട്ട് ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ 2 ആണ്. റേഷ്യോയിലൊന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ ഓരോ സൈഡും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ സൈഡ് 3x ഈക്വൽ ടു 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 മീറ്റർ. അടുത്ത സൈഡ് 4x ഈക്വൽ ടു 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 മീറ്റർ. മൂന്നാമത്തെ സൈഡ് 5x ഈക്വൽ ടു 5 ഇൻറ്റു 2 ഈക്വൽ ടു 10 മീറ്റർ. നമുക്ക് ഈ പ്രത്യേകത വെച്ച് 3 സൈഡും കിട്ടി. വീണ്ടും ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, ദി ഏരിയ ഈസ് 24 സ്ക്വയർ മീറ്റേഴ്സ്. ഇതിൻ്റെ ഏരിയ, പരപ്പളവ് 24 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടി ഹാഫ് ഇൻറ്റു ലംബവശങ്ങളും മതി, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതിൽ നിന്നും ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ 3 സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ഏരിയ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഹാഫ് BH, ഹാഫ് ഇൻറ്റു ലംബവശങ്ങൾ, ഈക്വൽ ടു 1/2 ഇൻറ്റു 3x ഇൻറ്റു 4x ഈക്വൽ ടു ഏരിയ നമുക്ക് 24 സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 24. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഈ 2നെയും ഈ 4നെയും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 2 കിട്ടി. 2x 3x ഇൻറ്റു 2x ഈക്വൽ ടു നമുക്ക് 6x സ്ക്വയർ. ഹാഫ് 1/2ന് 2ഉം 4ഉം കട്ട് ചെയ്ത് അവിടെ 2 കിട്ടി. അപ്പോൾ 3x, ഒരു സൈഡ് 3x, ഒരു സൈഡ് 4xനെ കട്ട് ചെയ്ത് 2x ആയി. അപ്പോൾ 3 ഇൻറ്റു 2 6x ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. 6x സ്ക്വയർ ഈക്വൽ ടു 24 എന്ന് കിട്ടി. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 6. കഴിഞ്ഞ കണക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ 6നെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യാനായി. ഈക്വൽ ടു 4. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നു. therefore x ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3x ഈക്വൽ ടു 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 മീറ്റർ. 4x ഈക്വൽ ടു 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 മീറ്റർ. അതുപോലെ 5x ഈക്വൽ ടു 5 ഇൻറ്റു 2 ഈക്വൽ ടു 10 മീറ്റർ. ഇപ്പോൾ 3 വശങ്ങളുടെയും അളവുകൾ കിട്ടി. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിൽ നിന്നും 4 സബ് ക്വസ്റ്റ്യൻസ്. ഇതിൽ 3:4 ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങളുടെ നീളം. അതുപയോഗിച്ച് നമ്മൾ
ലംബവശങ്ങൾ ഹൈപ്പോട്ടനൂസും തമ്മിലുള്ള ബന്ധവും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കവിടെ 3x 4x 5x എന്നിങ്ങനെ കിട്ടി. പിന്നെ ഓരോ ക്വസ്റ്റിൻ്റെയും പ്രത്യേകത അനുസരിച്ച് എക്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എക്സിൻ്റെ വാല്യൂ ഓരോ പ്രോബ്ലത്തിലും കണ്ടുപിടിച്ച് 4 പ്രോബ്ലത്തിൻ്റെയും ആൻസർ 4 കണ്ടീഷനിലും ഇവിടെ 3 വശങ്ങളുടെയും നീളങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റിനും കൊണ്ട് ഇന്ന് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വരും. മാത്രമല്ല മറ്റ് ചാപ്റ്ററുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ പ്രതീക്ഷിക്കാം.